ഇപ്പോൾ നമ്മളെ മുന്നിൽ ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഞാൻ ഇപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയാപ്പിള പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മുന്നിൽ കൂടെ തുമ്പി പോകും പോലെ പോയൊരു വണ്ടിയാണ്. ആ ചെക്കന് നല്ല പരിക്കുണ്ട്, ബൈക്കാണ്, നല്ല അത്യാവശ്യം നല്ല പരിക്കുണ്ട്. അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പൊന്നെ മുത്തലങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വണ്ടി എന്ന് പറയുന്നത് ഇരുമ്പിന് ചെയ്യാൻ പറ്റിയ സാധനം. ഇത് എപ്പോഴും നമ്മൾ പിടിച്ചെടുത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് തോന്നുന്നില്ല ഇതൊക്കെ നമ്മളെ കൈക്ക് എപ്പോഴും കിട്ടുന്നു. ഒരു 50-60 സ്പീഡിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ എത്ര വില കൂടിയ വണ്ടി ആയിക്കോട്ടെ നമ്മളെ കൈക്ക് കിട്ടൂല. പിന്നെ അത് മാത്രമല്ല, ഈ ഓവർടേക്കിംഗ് എന്ന് പറഞ്ഞത് നമ്മളെ മാത്രം കൈവായിക്കാണ്ട് നമ്മൾ ഒരിക്കലും കണക്ക് കൂട്ടരുത്. എതിരെ വരുന്ന വണ്ടിക്കാരൻ്റെ കനിവും കൂടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം വണ്ടിയിൽ ഓവർടേക്ക് ചെയ്യാൻ നോക്കുക. നമ്മളതേ വൈബുള്ള ആളാണ് അപ്പുറത്ത് വരുന്നത് വിചാരിച്ചാൽ കൈ പോയി അതെടുക്കാനില്ല. അപ്പം നമ്മളെ പോലത്തെ പിരാന്തന്മാരെല്ലോ ഈ വണ്ടി ഓട്ടറിയണമല്ലോ ഓട്ടറിയാത്തോലൊക്കെയാണ് നമ്മളെ പിരാന്തന്മാരെല്ലോടത്തും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എടുത്തുണ്ടാവാനും കൊണ്ട് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ പിരിച്ചുകാണ്ട് നന്നാക്കി മൂലൊക്കെ കൊടുന്നിട്ടൊരു ആൾക്കാരുണ്ടാവും. പിന്നെ ജീവിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ഒരിക്കലും ഓവർടേക്കിങ് ചെയ്യുമ്പോൾ ഒരു മയത്തിലൊക്കെ നോക്കി കണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മുന്നിൽ കണ്ട ഒരു കാര്യമാണ്. ഒന്ന് ശ്രദ്ധിക്കട്ടെ എല്ലാവരും. ഓക്കെ, ശരി, അസ്സലാമു അലൈക്കും.